വിദ്യാഭ്യാസ രംഗത്തെ ഭാരതത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിൽ സുപ്രധാന ഏടായി ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈഠക്. ദ്വിദിന ചിന്തൻ ബൈഠക് ഇന്ന് സമാപിക്കും. വികസിത ഭാരതത്തിന്റെ സൃഷ്ടിക്കായി രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ആവിഷ്കരിക്കേണ്ട സംഘടനാപരമായ പദ്ധതികൾക്കാണ് ചിന്തൻ ബൈഠക് ചർച്ചകളിലൂടെ രൂപം നൽകുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗദർശനത്തിലാണ് ചർച്ചകൾ. ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആസ്ഥാനമായ പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലാണ് ചിന്തൻ ബൈഠക്. ജ്ഞാനസഭയുടെ ഭാഗമായ 2 ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എവിടെയെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ? നീലിമ, വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മഴ തുടരുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. പരിഷ്കരിച്ച മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. 9 ജില്ലകൾക്ക് കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായി തന്നെ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ കൂടി പറയുന്നത്. ജാഗ്രതാ നിർദ്ദേശം വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. പ്രധാനമായും എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും മധ്യ-വടക്കൻ ജില്ലകളാണ്, പ്രത്യേകിച്ച് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും എല്ലാം നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കാരണം മഴ കനക്കാൻ സാധ്യതയുണ്ടായാൽ ഉരുൾപൊട്ടലടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ, അതായത് തീരദേശ മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുമെല്ലാം താമസിക്കുന്നവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് കടലോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത വേണമെന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. കടലിൽ ഇറങ്ങുന്നതിന് മുന്നറിയിപ്പുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രത വെച്ചു പുലർത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും പറയുന്നു. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. അതത് തദ്ദേശ പ്രാദേശികമായിട്ടുള്ള ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ അതിനെ കാര്യമായിട്ട് എടുത്തുകൊണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥാനം തേടി പോകണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. മഴ കനക്കുന്നൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു. മധ്യ-വടക്കൻ മേഖലയിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തലസ്ഥാന നഗരിയിലടക്കം ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. കൊല്ലം ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലും അടക്കം മഴ തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ ജില്ലകളിൽ, അതായത് തെക്കൻ മേഖലകളിലെ ജില്ലകളിലടക്കം അതിൻ്റെ മലയോര മേഖലകളിൽ മഴ തുടരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വടക്കൻ മേഖലകളിലാണ്. എറണാകുളം, പ്രശാന്ത്, വടക്കൻ ജില്ലകളിലെ നാശനഷ്ടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.